ഇന്ന് നമുക്ക് മീറ്റർ ബോക്സിലെ ചെറുതേനീച്ചയെ പിടിച്ച് തടിപ്പെട്ടിയിലാക്കാം. ഇങ്ങനെ മീറ്റർ ബോക്സിലും കൽക്കെട്ടുകളിലും ഒക്കെയുള്ള ചെറുതേനീച്ചക്കൂട് നമുക്ക് എളുപ്പം തടിപ്പെട്ടിയിലേക്ക് പകർത്തി വെക്കാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കൂട് വിജയകരമായി തന്നെ വളർത്തിയെടുക്കാം. എല്ലാവർക്കും വിഷ്ണു ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൽപ്പൊത്തുകളിലും മരപ്പൊത്തുകളിലും വളർന്നിരുന്ന തേനീച്ചക്കൂട്ടിൽ നിന്നും നമ്മുടെ പൂർവികർ 30,000 വർഷങ്ങൾക്ക് മുമ്പേ തേൻ ശേഖരിക്കാൻ പഠിച്ചിരുന്നു. ഒരു കാലത്ത് അവരുടെ പ്രധാന ആഹാരവും തേൻ തന്നെയായിരുന്നു. കൃഷി ചെയ്യാൻ ആരംഭിച്ച ശേഷം മനുഷ്യർ തേനീച്ചകളെയും ഇണക്കി വളർത്തുവാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. 16-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാർ തേനീച്ചകളെ വളർത്താൻ തുടങ്ങി. എന്നാൽ കേരളത്തിൽ തേനീച്ചകളെ വളർത്താൻ ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ട് മുതലാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ ബേസ്മെൻറ്റുകളിലും കൽക്കെട്ടുകളിലും ഇതേപോലെ മീറ്റർ ബോക്സിലും എല്ലാം വീക്ഷിച്ചാൽ നമുക്ക് ചെറുതേനീച്ചക്കൂടുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ തന്നെ ഇത്തരം മീറ്റർ ബോക്സിലും പൊളിച്ചെടുക്കാനാവുന്ന കൽക്കെട്ടിലും ഒക്കെയുള്ള കൂടുകൾ നമുക്ക് യഥേഷ്ടം എടുത്ത് പെട്ടിയിലാക്കി വളർത്താം. ഒരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, ഇത്തരം മീറ്റർ ബോക്സിൽ നിന്നും നമ്മൾ തേൻ എടുക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികളാരും ഈ വീഡിയോ അനുകരിക്കരുത്. നമ്മൾ ഈ ബോക്സ് തുറന്നിട്ട് സാവധാനം ഇതിലെ മുട്ടകൾ എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കൂട്ടിലെ റാണിയെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം റാണി സെല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കൂടാക്കി മാറ്റുവാനും സാധിക്കും. ഇവിടെ നമുക്ക് താഴെയായിട്ടൊരു റാണി സെല്ല് കാണാം, പക്ഷെ അത് വിരിഞ്ഞിറങ്ങിയതാണ്. ഈ കൂട്ടിൽ തന്നെ ആ ഗൈനി ഈച്ചയും ഉണ്ടാവും. കുറച്ച് മുട്ടയും തേനും പൂമ്പൊടിയും ഒക്കെ ഈ കൂട്ടിൽ തന്നെ വെച്ചാൽ നമുക്ക് അടുത്ത വർഷവും ഇതേപോലെ ഒരു കോളനി ലഭിക്കും. ഇന്ന് എന്നോടൊപ്പം തേനീച്ചയെ പിടിക്കാനും തേനെടുക്കാനും ഒക്കെയായി എൻ്റെ കുഞ്ഞനുജന്മാരും അനിയത്തിയും അളിയനും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പൊന്നുക്കുട്ടനും ഉണ്ട്. ചെറുതേനീച്ചയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബീ ക്യാപ്പ് അത്യാവശ്യമാണ്. ഇതില്ല എങ്കിൽ ഈച്ചകൾ നമ്മുടെ ചെവിയിലും മൂക്കിലും ഒക്കെ കയറി നമുക്ക് ബുദ്ധിമുട്ടാവും. ഓൺലൈനിൽ ഇത്തരം ക്യാപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരെണ്ണം വാങ്ങി വെക്കുക. നോക്കട്ടെ, ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതൊക്കെ വിരിയാറായ മുട്ടകളാണ്. ഇതെല്ലാം നമുക്കെടുത്ത് പുതിയ കൂട്ടിലേക്ക് മാറ്റണം. ഇതൊക്കെയും പുതിയ മുട്ടകളാണ്. ഇത് നമുക്ക് കുറച്ച് ഈ കൂട്ടിലേക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ ഈച്ചകൾ ക്ഷാമകാലത്തേക്ക് കരുതി വെക്കുന്ന തേനാണ് നമ്മൾ അടിച്ചു മാറ്റുന്നത്. ഈ കൂട്ടത്തിലെവിടെയോ നമ്മുടെ റാണി ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് സാവകാശം സസൂക്ഷ്മം വീക്ഷിച്ച് റാണിയെ കണ്ടെത്താം. ഒരു തേനീച്ചക്കൂട്ടിൽ ഒരു റാണിയെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ റാണിയെ കണ്ടെത്താൻ കുറച്ചു പാടാണ്. ഇതേപോലെ നമ്മൾ തട്ടി ഇളക്കിയൊക്കെ എടുക്കുന്ന കൂടുകളിൽ റാണി തേനറകളിലൊക്കെ പോയി ഒളിക്കാറുണ്ട്. തേനീച്ചകളെ വളർത്തുമ്പോൾ നമുക്ക് തേൻ കിട്ടും. അതോടൊപ്പം വേറൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, പരാഗണം മൂലം തെങ്ങ്, കവുങ്ങ്, കശുമാവ്, കാപ്പി, ഏലം, പ്ലാവ്, സൂര്യകാന്തി, മുരിങ്ങ, മാവ് തുടങ്ങി പല സസ്യങ്ങളിലും 30 മുതൽ 50% വരെ കാർഷികോൽപാദന വർധനവുണ്ടാകുന്നു. കൂടാതെ കൃഷികളിലെ വിളവുകളും ഗുണമേന്മയും വർദ്ധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. തെങ്ങ്, കശുമാവ്, ഏലം തുടങ്ങിയ ചെടികളുടെ കായ്കളുടെ ഭാരവും എണ്ണവും വർദ്ധിക്കുന്നതായും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ടിലെ റാണിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കാം. തേനീച്ചക്കൂട്ടിലെ മറ്റ് ഈച്ചയേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ടാകും റാണി ഈച്ചയ്ക്ക്. അതുകൊണ്ട് തന്നെ ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം റാണി ഈച്ചയ്ക്ക് പറക്കാനുള്ള ശേഷിയില്ല.
എന്നാൽ വൻ തേനീച്ചയിലെ കൂട്ടിലെ റാണി ഈച്ചയ്ക്ക് പറക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് അത് കൂടുപേക്ഷിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. റാണി ഈച്ചയ്ക്ക് പറക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ചെറുതേനീച്ചകൾ ക്ഷാമകാലമായാലും കൂടുപേക്ഷിച്ചു പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൂടുകളുണ്ടെങ്കിൽ നമ്മൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതും പൂമ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ചെടികൾ നട്ടുകൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ തേനിൻ്റെയും പൂമ്പൊടിയുടെയും ദൗർലഭ്യം തേനീച്ചക്കൂടിൻ്റെ വളർച്ചയെ കാര്യമായി ബാധിക്കും. നമ്മളിനി റാണിയെ പതിയെ ഈ കത്തിയിലേക്ക് കയറ്റി നമ്മുടെ തടിപ്പെട്ടിയിലേക്ക് മാറ്റാം. വളരെ സാവകാശം സമയമെടുത്ത് ചെയ്താൽ മതി. റാണിക്ക് ഒരു വിധത്തിലുള്ള അപകടവും കൂടാതെ വേണം നമ്മളിത് ചെയ്യാൻ. റാണി വീണ്ടും തേനടകൾക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചുമപ്പും മഞ്ഞയും ഒക്കെ കലർന്ന പൊടിക്കട്ടകളാണ് ചെറുതേനീച്ചകളുടെ പൂമ്പൊടി. ഇത് നമ്മൾ എടുക്കുമ്പോൾ തേനിൽ കലരാതെ സൂക്ഷിക്കണം. തേനിൽ കലർന്നാൽ തേൻ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റേ കണ്ടോ? കണ്ടു. അവിടെ കൈയും കരു കൂടിയത് അടക്കണ്ടേ? അങ്ങനെ റാണി വിജയകരമായി തന്നെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈ വെച്ചു മറ്റേ അടപ്പന്തി അടപ്പം കൂടെ വെച്ചോ അല്ലെ താഴെ വെച്ചോ. വിജയകരമായി നമ്മൾ റാണിയും മുട്ടയും തേനും പൂമ്പൊടിയും എല്ലാം എടുത്ത ശേഷം ഈ മീറ്റർ ബോക്സ് പുനഃസ്ഥാപിച്ചു. തേനിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ചൊരു ഈച്ചയെ കണ്ടോളൂ. ഇത് ഈച്ച ഓടിക്കാൻ പോയിക്കുന്നതല്ല, കൊതുകിനെ ഓടിക്കാൻ പോയിക്കുന്നതാണ്. കണ്ടായിരുന്നോ? ഈച്ച ചെവി കയറുവാടാ.
ഇച്ചിരി ടിഷ്യൂ പേപ്പർ ഇങ്ങോട്ടാ. ഇതേപോലെ കൂട്ടിൽ പൊട്ടി ഒലിച്ച് കിടക്കുന്ന തേനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേപ്പർ ഉപയോഗിച്ചോ തുണി ഉപയോഗിച്ചോ അത് നന്നായി തുടച്ച് വൃത്തിയാക്കണം. അല്ലെങ്കിൽ കൂട്ടിൽ ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ആ കൂട്ടിൽ നിന്നുമുള്ള കുറച്ച് മെഴുകെടുത്തിട്ട് ഈ പുതിയ കൂടിൻ്റെ എൻട്രൻസിൽ ഒരു റിംഗ് ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. ഓരോ ചെറുതേനീച്ചക്കൂടിനും ഓരോ സ്മെല്ലായിരിക്കും. അപ്പോൾ ആ കൂട്ടിലെ തന്നെ മെഴുകെടുത്ത് ഈ കൂടിൻ്റെ എൻട്രൻസിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകൾക്ക് വേഗം കൂട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എൻട്രൻസിൽ വെക്കുന്നത് കൂടാതെ കൂട്ടിനകത്തൊക്കെ കുറച്ച് മെഴുക് വെച്ച് കൊടുത്താൽ കൂട്ടിൽ ഗ്യാപ്പ് ഉള്ളിടമൊക്കെ ഈച്ചകൾ ആ മെഴുക് ഉപയോഗിച്ച് ഫില്ല് ചെയ്തോളും. ഇങ്ങനെയാണ് ഈച്ചകൾ ഉറുമ്പിൽ നിന്നും മറ്റ് പ്രാണികളിൽ നിന്നുമൊക്കെ കൂടിനെ രക്ഷിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നന്നായി കൂട് പൊതിയണം. 1-2 ദിവസത്തേക്ക് ഉറുമ്പിനെ ചെറുക്കാൻ ഇത് മതിയാവും. ഇത് നമുക്ക് 2 ആഴ്ച മുന്നേ വന്ന് കയറിയ ഒരു തേനീച്ചക്കൂടാണ്. ഇനിയും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. കാവൽക്കാരൊക്കെ നല്ല രീതിയിൽ കാണുന്നു. അപ്പോൾ ഇത് നല്ല സ്ട്രെങ്ത് ഉള്ളൊരു കൂടാണ്. ഇനി ഈ കൂട് നമുക്ക് പഴയ കൂടിരുന്ന പൊസിഷനിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇളകി പറന്ന് നടക്കുന്ന ഈച്ചകളും പുറത്തു പോയിട്ട് വരുന്ന ഈച്ചകളും ഒക്കെ ഇനിയും തിരിച്ചു വന്ന് ഈ കൂട്ടിൽ കയറിക്കോളും. ചെറുതേനീച്ചക്കൂടുകൾ ഇതേപോലെ തുറന്നെടുത്ത് വെക്കാൻ പറ്റിയ സമയം ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 മണി വരെയുള്ള ടൈമിലാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പുറത്തു പോയിട്ടുള്ള ഈച്ചകൾക്കൊക്കെ നമ്മൾ വെക്കുന്ന കൂട്ടിൽ വന്ന് കയറാനുള്ള സമയം കൊടുക്കണം. അതുമാത്രമല്ല ഇരുട്ടിക്കഴിഞ്ഞാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പുറത്ത് ചാടുന്ന ഈച്ചകൾക്കൊന്നും തിരികെ കൂട്ടിൽ കയറാൻ സാധിക്കില്ല. നമ്മളൊരു 4:30-ക്കുള്ളിൽ ഇതേപോലെ കൂടുകൾ പണി തീർത്ത് വെക്കുകയാണെങ്കിൽ ഈച്ചകൾ റാണിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞ് കൂട്ടിൽ വന്ന് കയറിക്കോളും. പിന്നെ നമ്മൾ മഴയുള്ള സമയത്തും ഇതേപോലെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഫംഗസ് വന്ന് കൂടൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ ഈച്ചകൾ വന്ന് കൂടിൻ്റെ എൻട്രൻസിലൊക്കെ നോക്കുന്നത്. ഇനി മറ്റ് ഈച്ചകളെയും അവ കൂട്ടിക്കൊണ്ട് വന്ന് ഈ കൂട്ടിൽ കയറും. ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി നൽകുന്നതാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ പരിചയത്തിൽ ചെറുതേനീച്ചയെ വളർത്തുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.